പ്രവാസ ലോകത്തെ വാർത്തകൾ. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കവുമായി പ്രധാനമന്ത്രി കെയ്മർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചു. ലേബർ പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദവും ജനപ്രീതിയിലെ ഇടിവും ശക്തമായതോടെയാണ് പടിയിറക്കം. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവായി പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമറുടെ രാജി. 2024 ജൂലൈയിൽ പൊതുതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ വൻ വിജയത്തിലേക്ക് നയിച്ച് 2 വർഷം തികയുന്നതിനു മുമ്പാണ് സ്റ്റാർമർ പടിയിറങ്ങുന്നത്. ജനപ്രീതിയിലെ ഇടിവും പാർട്ടിക്കുള്ളിൽ നേതൃമാറ്റത്തിനായുള്ള ആവശ്യം ശക്തമായതുമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ലണ്ടനിലെ 10 ഡൗണിംഗ് സ്ട്രീറ്റിനു മുന്നിൽ നടത്തിയ പ്രസ്താവനയിൽ പാർട്ടിയിലെ ആശങ്കകൾ മാനിച്ചാണ് സ്ഥാനമൊഴിയുന്നതെന്ന് സ്റ്റാർമർ വ്യക്തമാക്കി. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ അദ്ദേഹം ഇടക്കാല പ്രധാനമന്ത്രിയായി തുടരും. തന്റെ ഭരണകാലത്ത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും തൊഴിലാളികളുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്താനും ദാരിദ്ര്യം കുറയ്ക്കാനുമായി നിരവധി നടപടികൾ സ്വീകരിച്ചെന്ന് സ്റ്റാർമർ പറഞ്ഞു. 5 ലക്ഷത്തോളം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി അവകാശ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതേസമയം മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആൻഡി ബേൺഹാമിന്റെ തിരിച്ചുവരവും നേതൃത്വ വെല്ലുവിളിയും സ്റ്റാർമറിനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചിരുന്നു. ഗ്രീൻ പാർട്ടിയുടെയും റിഫോം യുകെയുടെയും ഉയർന്നുവരുന്ന ജനപ്രീതിയും ലേബർ പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതയും അദ്ദേഹത്തിന്റെ നിലപാട് ദുർബലമാക്കി. ഇനി ലേബർ പാർട്ടിയുടെ പുതിയ നേതാവിനെ കണ്ടെത്താനുള്ള മത്സരത്തിലേക്കാണ് ബ്രിട്ടന്റെ ശ്രദ്ധ. ആൻഡി ബേൺഹാമും മുൻ ആരോഗ്യ സെക്രട്ടറി വൈസ് ട്രീറ്റിഗും പ്രധാന സാധ്യതാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജയിലെ സംരംഭകർക്കും നിക്ഷേപകർക്കും ആശ്വാസമായി പുതിയ സാമ്പത്തിക ഇളവുകൾ പ്രഖ്യാപിച്ച് സർക്കാർ. വിവിധ ലൈസൻസ് ഫീസുകളിൽ 50% വരെ ഇളവ് നൽകി ബിസിനസ് അന്തരീക്ഷം കൂടുതൽ ആകർഷകമാക്കാനാണ് നീക്കം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഷാർജ സർക്കാർ പുതിയ സാമ്പത്തിക ഇളവുകൾ പ്രഖ്യാപിച്ചു. ഭക്ഷ്യ ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലെ വ്യവസായ ലൈസൻസുകളുടെ ഇഷ്യൂ പുതുക്കൽ ഫീസുകളിൽ 50% ഇളവ് നൽകുമെന്ന് ഷാർജ സാമ്പത്തിക വികസന വകുപ്പ് അറിയിച്ചു. ജൂൺ 16 മുതൽ പ്രാബല്യത്തിൽ വന്ന പദ്ധതി 3 മാസത്തേക്ക് തുടരും. നിലവിലുള്ള കമ്പനികളുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിനും പുതിയ സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇ-കൊമേഴ്സ് ഡൊമസ്റ്റിക് ലൈസൻസുകൾക്കുള്ള ലേറ്റ് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയതോടൊപ്പം അവയുടെ ഇഷ്യൂ പുതുക്കൽ ഫീസുകളിൽ 50% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പരസ്യങ്ങൾക്കും പ്രചാരണ പരിപാടികൾക്കുമുള്ള പെർമിറ്റ് ഫീസിൽ 25% ഇളവും നഴ്സറികളുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള ഫീസിൽ 25% ഇളവും നൽകും. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിയുടെ കിരീടാവകാശി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇളവുകൾ നടപ്പിലാക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും അതോറിറ്റികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായി പ്രത്യേക പാതകൾ ഒരുങ്ങുന്നു. നഗരത്തിലെ പ്രധാന 6 റോഡുകളിലാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. പൊതുഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ദുബായിൽ ബസ്സുകൾക്കും ടാക്സികൾക്കുമായി പ്രത്യേക പാതകൾ നിർമ്മിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നു. നഗരത്തിലെ പ്രധാന 6 റോഡുകളിലായി 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രത്യേക പാതകളുടെ നിർമ്മാണത്തിൽ 30% പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് സ്ട്രീറ്റ്, ഡിസംബർ 2 സ്ട്രീറ്റ്, അൽ സത്വ സ്ട്രീറ്റ്, അൽ നഹ്ദ സ്ട്രീറ്റ്, ഒമർ ബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ്, നായിഫ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് പുതിയ പാതകൾ ഒരുക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ദുബായിലെ ബസ്സുകൾക്കായുള്ള പ്രത്യേക പാതകളുടെ ആകെ ദൈർഘ്യം 20.6 കിലോമീറ്റർ ആകും. പുതിയ ക്രമീകരണം പൊതുഗതാഗത ഉപയോഗം വർദ്ധിപ്പിക്കാനും യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കുമെന്ന് RTA ചെയർമാൻ മത്തർ അൽ തായർ പറഞ്ഞു. ബസ് യാത്രാസമയം 28 മുതൽ 56% വരെ കുറയുമെന്നാണ് പ്രതീക്ഷ. നായിഫ് സ്ട്രീറ്റിൽ യാത്രാസമയം 59% വരെ കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാകുന്നതോടെ പൊതുഗതാഗത യാത്രക്കാരുടെ എണ്ണം 30% വരെ ഉയരുമെന്നാണ് RTAയുടെ കണക്കുകൂട്ടൽ. സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം കൂടുതൽ പേർ പൊതുഗതാഗതം തിരഞ്ഞെടുക്കുന്നതിലൂടെ വാഹന പ്രവർത്തന ചെലവും അന്തരീക്ഷ മലിനീകരണവും കുറയുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. മുൻഘട്ടങ്ങളിൽ നടപ്പിലാക്കിയ പ്രത്യേക പാതകൾ ബസ്സുകളുടെ യാത്രാസമയം ഓരോ സർവീസിലും 5 മിനിറ്റോളം കുറയ്ക്കാൻ സഹായിച്ചതായും യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും സംതൃപ്തി വർദ്ധിപ്പിച്ചതായും RTA അറിയിച്ചു. പുതിയ പദ്ധതി ദുബായിയുടെ സുസ്ഥിര ഗതാഗത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിർണായക ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.